കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. നമുക്കു വേണ്ടി സ്വയം ജീവാർപ്പണം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന. വിലമതിക്കാനാവാത്ത അവിടുത്തെ അനന്തകാരുണ്യമാണ് ആ ബലിയിൽ പങ്കുചേരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പാപത്തിൻ്റെയും അയോഗ്യതകളുടെയും നീർച്ചുഴിയിലകപ്പെട്ട മാനവകുലത്തിന് സുസ്ഥിരമായ രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവപുത്രൻ കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ എക്കാലവും സകല ദേശത്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതിൻ്റെ മഹനീയമായ ഫലത്തിൽ പങ്കാളികളായി മാറി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, അൾത്താരയിൽ നിങ്ങൾ കാണുന്ന അപ്പം അത് ദൈവവചനത്താൽ പവിത്രീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ്. കാസിയിൽ നിങ്ങൾ ദർശിക്കുന്നത് അപ്രകാരം പവിത്രീകരിക്കപ്പെട്ട അവിടുത്തെ തിരുരക്തവും. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹ അച്ചാരമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഒരു തിരിച്ചറിവിൻ്റെ മാത്രം ദൂരത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തെ നിതാന്ത ജാഗ്രതയോടെ വീക്ഷിക്കുന്നവനാണ് ദൈവം. കാണാതെ പോയ കുഞ്ഞാടിനെ രാത്രി മുഴുവൻ തിരഞ്ഞ് കണ്ടെത്തുന്ന നല്ലിടയനെ പോലെ ഓരോ ആത്മാക്കളുടെയും കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഏറെ വേദനകളുടെയും നഷ്ടബോധത്തിൻ്റെയും കണ്ണീർ കയങ്ങളിൽ അകപ്പെടുമ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട്, ജീവന്റെ അപ്പമായി സദാ ഈശോ അൾത്താരയിൽ നമ്മെ കാത്തിരിക്കുന്നുവെന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കും, വിശുദ്ധ കുർബാനയ്ക്ക് അണയും ദേവാലയത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈശോയെ, ഞാൻ ഒത്തിരി അയോഗ്യയാണല്ലോ, ഒത്തിരി പാവങ്ങളും തിന്മകളും എന്നിലുണ്ടല്ലോ എന്നുള്ള ബോധ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മകളല്ല, ആഗ്രഹിക്കാത്ത തിന്മകളാണല്ലോ ഞാൻ ചെയ്തു പോകുന്നത്, നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ യോഗ്യയല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവും ബോധ്യവും കൊണ്ട് എന്നെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുന്ന ഒരു അനുഭവം എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. എങ്കിലും ഈശോ പാപികളെയാണല്ലോ സ്നേഹിക്കുന്നത്, പാപികളെ തേടി വന്നവനാണല്ലോ. ഈ ഒരു വലിയ ബോധ്യം എനിക്ക് തന്ന ഒരു ജീവിത അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം കടന്നു വരുന്ന സമയങ്ങളിൽ വിചാരിക്കും ഏറ്റവും അറ്റത്ത് പോയിട്ട് ഇരിക്കണം, ഇതിലേ കടന്നു വരുന്നതെന്ന് അറിയില്ല, എങ്കിലും അടുത്ത് നിന്ന് കാണണം, പറ്റുവാണെങ്കിൽ തൊട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേ വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ മിക്കവാറും ഇതുപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സൈഡിൽ കൂടിയായിരിക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണം കടന്നു വരുന്നതും. ആളുകളെല്ലാം ഓടിക്കൂടി അവിടെ ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തിങ്ങിക്കൂടുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ നിൽക്കുമ്പം എൻ്റെ അടുത്തോട്ട് ഇത് കടന്നു വരികയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ അടുത്തോട്ട് ഓടി, എൻ്റെ മാതാപിതാക്കൾ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ച് എൻ്റെ അടുത്തോട്ട് അവർ ഇങ്ങനെ പറഞ്ഞു വിട്ടു. ഞാൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ കൊച്ചിന് എന്തായാലും ഈ തിക്കിനകത്ത് ഇതിനെ ഈശോയെ തൊടാൻ സാധിക്കുകയില്ല.
അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേഗം കൊച്ചിനെ എടുത്തിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് എന്നെ കൈ തൊട്ടു കൊടുത്താൽ താഴ്ത്ത് നിർത്തി. പുള്ളി കഴിഞ്ഞപ്പോൾ എനിക്ക് തൊടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് അപ്പം ഈശോ പെട്ടെന്നൊരു തോന്നൽ തരികയെന്ന് ഇങ്ങോട്ട് തരുക ചെയ്തത്. എൻ്റെ മോളെ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞാൻ നിൻ്റെ ഉള്ളിലേക്കല്ല കടന്നു വരുന്നത്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ഈശോ. പക്ഷേ നീ എഴുന്നള്ളി വരുന്ന ഞാൻ തന്നെയാണ് നിൻ്റെ കൂടെ എന്നും വിശുദ്ധ കുർബാനയിൽ വരുന്നത്. അത് മതി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു അവസരമായിരുന്നു അതും. ഈശോ എൻ്റെ ഹൃദയത്തിൽ എന്നും വിശുദ്ധ കുർബാനയായിട്ട് കടന്നു വരുമ്പോൾ ഈശോയെ ശരിക്കും എന്നെ ആ വലിയൊരു ഉൾക്കാഴ്ച തന്നൊരു അനുഭവം, എനിക്ക് സന്തോഷം തോന്നിയ അവസരങ്ങളൊക്കെ ആയിരുന്നു ഇത്. വിശുദ്ധ ബെർണാഡ് പറയുന്നു, ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള അനന്തമായ സ്നേഹമാണ് സ്വയം ശൂന്യമാക്കുവാനും മാലാഖമാരേക്കാൾ ചെറുതാകുവാനും ശരീരത്തിൻ്റെ തൃഷ്ണകളെ മുഴുവൻ ത്യജിക്കുവാനും ഒടുവിൽ കുരിശുമരണം സ്വീകരിക്കുവാനും അവിടുത്തെ പ്രേരിപ്പിച്ചത്. ദിവ്യകാരുണ്യമായി മാറി ഒരപ്പത്തോളം ചെറുതായി നമുക്കായി കാത്തിരിക്കുന്ന ആ നല്ല ദൈവത്തെ തിരിച്ചറിയുകയാണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരിക്കൽ ആ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അളവില്ലാത്ത ആ ദിവ്യസ്നേഹം നമ്മെ കീഴടക്കും തീർച്ച. അങ്ങനെ പുതിയൊരു സൃഷ്ടിയായി ദിവ്യകാരുണ്യനാഥൻ നമ്മെ മാറ്റും. ഈ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് തന്നെ ഗസമനി ധ്യാന കേന്ദ്ര ഡയറക്ടർ സിസ്റ്ററായിരുന്ന സിസ്റ്റർ റോസലക്സ് ആയിരുന്നു. ആ സിസ്റ്റർ ഈ പറഞ്ഞ പോലെ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ധ്യാനത്തിൻ്റെ സമയങ്ങളിലും രാത്രി നൈറ്റ് വിജിൽ വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാം, ഞങ്ങൾ ഇരിക്കാമെന്നുള്ളത്. പക്ഷെ അങ്ങനെ വലിയ ഒരു ആരംഭശൂരത്തെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തു ചാടി പറഞ്ഞെങ്കിലും ഞാൻ ഓർക്കുകയാണ്, രാത്രി മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും എന്നുള്ള വലിയ പേടി ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ രാത്രികളിൽ ശരിക്കും പറയും, രാത്രി ഒരു 9:30 തൊട്ടിട്ട് വെളുപ്പിന് 5:30 വരെ ഞങ്ങൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാൻ പറയും 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കം വന്ന് അങ്ങോട്ട് തൂങ്ങുന്ന പോലെ തോന്നിയാലും ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോവുകയാണല്ലോ എന്നുള്ളത്. പക്ഷേ അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പം അറിയില്ല, ശരിക്കും വളരെ എന്താ ശരിക്കല്ല എനർജി കിട്ടിയതുപോലെ സ്തുതിച്ചു പ്രാർത്ഥിക്കാനും ഈശോയുടെ അടുത്തിരുന്ന് ഒത്തിരി പിന്നെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, ലോകം മുഴുവൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക, ഒത്തിരി അനുഗ്രഹം. ഞാൻ പറയാം, കഴിയുന്ന വരെ ഞങ്ങൾക്ക് തന്നെ പറയില്ല എന്തുമാത്രം സന്തോഷമാണ് തോന്നുന്നതെന്നുള്ളത്. ഒന്ന് വെള്ളം കുടിക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും തോന്നാണ്ട് അവിടെ തന്നെ ഇരുന്ന് ഈശോയുടെ കൂടെ ഇരിക്കാനുള്ള വലിയൊരു തീക്ഷ്ണമായ ആഗ്രഹം അങ്ങോട്ട് തോന്നിപ്പോയിട്ടുള്ള അവസരങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകളിൽ കൂടെ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം അപ്രാവശ്യത്തെ ധ്യാനത്തിന് വന്നവർക്കൊക്കെ ഒത്തിരി നല്ല അനുഗ്രഹങ്ങളും എല്ലാം കിട്ടിയതായിട്ട് സിസ്റ്റർ ഞങ്ങളോട് ഷെയർ ചെയ്തും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഈ ഇതിലേക്ക് കടന്നു വരാനുള്ള അവസരങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, ഈശോയെ ഒരിക്കലും ഇതിനകത്തേക്ക് കടന്നു വരാൻ ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ നിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പ്, കാരുണ്യം മാത്രമാണ് ഇതെല്ലാം. കാരണം ഇതിലൂടെയൊക്കെ നടന്നു പോകേണ്ടിയവൾ ലോകത്തിൽ സുഖങ്ങളിൽ കടന്നു പോകാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈശോയുടെ കൂടെയായിരിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ഈശോയെ ദിവ്യകാരണ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, ഇരുന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഉറങ്ങിപ്പോവുക. എന്നാലും എൻ്റെ ഈശോ നിൻ്റെ കൂടെയാണല്ലോ, ഒത്തിരി സന്തോഷം. അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോഴാണെങ്കിലും മനസ്സിനകത്ത് നിറച്ച് ഒരു സന്തോഷവും എന്താ പറയേണ്ടത്, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു സന്തോഷം ഉള്ളി കടന്നങ്ങോട്ട് തിളയ്ക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, കുരിശുരൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം, ക്രിസ്തു നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണം, അവിടുന്ന് ഇപ്പോഴും നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഒരു നിമിഷം ചിന്തിക്കാം, ദിവ്യകാരുണ്യനാഥന്റെ അനന്ത സ്നേഹവലയത്തിൽ നിന്നും പാപം മൂലം അകന്നുപോയ എത്രയെത്ര സാഹചര്യങ്ങൾ. കുരിശിൽ കിടന്നുകൊണ്ട്
വേദനയോടെ നമ്മെ വീക്ഷിക്കുന്ന ക്രിസ്തുനാഥൻ്റെ കൺമുന്നിൽ നിന്ന് അകന്നുപോയ എത്രയോ അവസരങ്ങൾ. സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളിൽ നിന്നും വിമുക്തരായി ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്തണലിലേക്ക് നമുക്കോടിയണയാം. ആ അനന്ത സ്നേഹത്തിൻ്റെ മുറിവേറ്റ വിരിമാറിൽ നമുക്കഭയം തേടാം. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റീതാ വരുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ യേശു കാത്തിരിക്കും. എനിക്കൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ യേശു കാത്തിരിക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു
സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി താരയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. ധാരാളം അത്ഭുതങ്ങൾക്കു വേണ്ടി ദൈവം തൻ്റെ അനന്തകാരുണ്യത്താൽ തിരഞ്ഞെടുത്ത സ്ഥലമാണ് പോർച്ചുഗൽ. അവിടുത്തെ മഹനീയ പദ്ധതിയിൽ ഇടം നേടിയ സ്ഥലങ്ങളെയും വ്യക്തികളെയും നമുക്ക് പോർച്ചുഗലിൽ കാണാം. ഒറ്റനോട്ടത്തിൽ ഈ അത്ഭുതങ്ങൾ തമ്മിൽ ബന്ധമില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിന് അവയ്ക്കു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നിരിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നൂറ്റാണ്ടുകളായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. പല വിധത്തിലുള്ള അത്ഭുതങ്ങളിലൂടെ ലോകശ്രദ്ധയെ ആകർഷിച്ച രാജ്യം. 1917 ഫാത്തിമയിൽ വെച്ച് മാതാവ് നമുക്ക് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് സന്ദേശം നൽകുകയുണ്ടായി. അതിന് ഒരു വർഷം മുൻപ് 1916 ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈശോ സജീവനായി ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന സത്യം ജനങ്ങളോട് പ്രഘോഷിക്കുകയുണ്ടായി. ഫാത്തിമയ്ക്കും ലിസ്ബണും മധ്യേ സാന്താരം എന്ന സ്ഥലമാണ് അത്ഭുതങ്ങൾ നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മറ്റൊന്ന്. ഇവിടെയാണ് പോർച്ചുഗലിനെയും ലോകം മുഴുവനെയും നമ്മുടെ നാഥൻ വലിയൊരു ദിവ്യകാരുണ്യ അത്ഭുതം വഴി അനുഗ്രഹിച്ചത്. സാന്താരം എന്ന സ്ഥലത്ത് നടന്ന അത്ഭുതത്തെ പലതരത്തിലും നമുക്ക് മനസ്സിലാക്കാമെങ്കിലും മാന്ത്രിക വിദ്യകൾക്കെതിരെയുള്ള യേശുവിൻ്റെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെയുള്ള ഒരു വിജയമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. 1225 സാന്താറമ്മിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വളരെയേറെ വേദനയിലൂടെയാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുകയോ അവളോട് വിശ്വസ്തത പുലർത്തുകയോ ചെയ്തില്ല. ഭർത്താവിനെ നല്ലവനാക്കുവാൻ തനിക്കാവുന്നതെല്ലാം അവൾ ചെയ്തു. എന്നാൽ പരാജയമായിരുന്നു ഫലം. എല്ലാ വഴികളും അടഞ്ഞുവെന്ന് മനസ്സിലാക്കിയ ആ യുവതി തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി ഒരു മന്ത്രവാദിനിയെ സമീപിച്ചു. ഭർത്താവിന് മാനസാന്തരമുണ്ടാകുമെന്നും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും മന്ത്രവാദിനി വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടി അവൾ ചെയ്യേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം: യേശുവിൻ്റെ തിരുശരീരമായി മാറിയ വാഴ്ത്തിയ ഒരു ഓസ്തിയുമായി മന്ത്രവാദിനിയുടെ അടുക്കലെത്തണം. ഇത് അവളെ തികച്ചും ഭയപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. ആ മന്ത്രവാദിനി തികച്ചും മോശമായ ഉദ്ദേശത്തിനു വേണ്ടിയാണ് തിരുവോസ്തി ആവശ്യപ്പെട്ടതെന്നും അവൾക്കറിയാമായിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ കുഴങ്ങി. എങ്കിലും അവസാനം തെറ്റു ചെയ്യുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം സെന്റ് സ്റ്റീഫൻ ദേവാലയത്തിൽ അവൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു. വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെങ്കിലും അത് ഭക്ഷിക്കാതെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ തിരുവോസ്തിയുമായി പുറത്തേക്ക് നടന്നു. തിരുവോസ്തി ആരും കാണാതെ അവൾ ഒരു തൂവാലയിൽ പൊതിഞ്ഞുപിടിച്ച് മന്ത്രവാദിനിയുടെ ഭവനം ലക്ഷ്യമാക്കി നീങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, വഴിയിൽ വെച്ച് തിരുവോസ്തിയിൽ നിന്ന് രക്തമേറ്റു വീഴുവാൻ തുടങ്ങി. കൂടെ സഞ്ചരിച്ചിരുന്നവർ അവളുടെ കയ്യിൽ നിന്നാണ് രക്തം വീഴുന്നത് എന്ന് ധരിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ സത്യം അവൾ മനസ്സിലാക്കുന്നത്. തന്റെ കയ്യിൽ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന തിരുവോസ്തിയിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലായി അവൾ. വീട്ടിലേക്ക് ഓടിയ അവൾ തൂവാലയിൽ പൊതിഞ്ഞ ഈശോയുടെ തിരുശരീരം ഒരു പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു. ഭയത്തോടെയും വിറയലോടെയും അവൾ ആ ദിവസം കഴിച്ചുകൂട്ടി. രാത്രിയിൽ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ തന്റെ ഭാര്യ പേടിച്ചു വിറച്ച് ഇരുട്ടിലിരിക്കുന്നതാണ് കണ്ടത്. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ചെയ്തുപോയ അപരാധമോർത്ത്, സംഭവിച്ച വലിയ അത്ഭുതത്തെ ഓർത്ത് ആ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്തപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടിക്കുള്ളിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശം പുറത്തേക്ക് വരുവാൻ തുടങ്ങി. അധികം താമസിയാതെ അത് മുറി മുഴുവൻ നിറഞ്ഞു. ഭയന്നു വിറച്ച അവൾ തന്റെ ഭർത്താവിനോട് സകല സത്യങ്ങളും തുറന്നു പറഞ്ഞു. പെട്ടി തുറന്നപ്പോൾ അവർ കണ്ടത്
തിരുവോസ്തി വജ്രം പോലെ തിളങ്ങുന്നതാണ്. ആ രാത്രിയുടെ അവശേഷിച്ച സമയം മുഴുവനും തിരുവോസ്തിക്ക് മുൻപിൽ മുട്ടിന്മേൽ നിന്ന് അവർ രണ്ടുപേരും അവിടുത്തെ വാഴ്ത്തി സ്തുതിച്ച് ആരാധന നടത്തി. അടുത്ത ദിവസം ദിവ്യപ്രകാശത്താൽ ആകർഷിതരായി ജനങ്ങൾ വീടിനുള്ളിൽ തിങ്ങിക്കൂടി. തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതത്തിന് അവർ സാക്ഷ്യം വഹിച്ചു. വികാരിയച്ഛൻ വിവരമറിഞ്ഞെത്തി യുവതിയിൽ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം കേട്ടറിഞ്ഞു. തിരുവോസ്തി ആഘോഷപൂർവമായ പ്രദക്ഷിണത്തോടുകൂടി ഇടവക ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി മെഴുകുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിലാക്കി തിരുവോസ്തി സക്രാരിക്കുള്ളിൽ വെച്ചു. അതിനടുത്ത ദിവസം മറ്റൊരത്ഭുതം നടന്നു. വൈദികൻ സക്രാരി തുറന്നപ്പോൾ മെഴുകുകൊണ്ടുണ്ടാക്കിയ പാത്രം ആയിരക്കണക്കിന് കഷ്ണങ്ങളായി ചിന്നിച്ചിതറിയിരിക്കുന്നു. ആ സ്ഥാനത്ത് ക്രിസ്റ്റല് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ ക്രിസ്തുവിന്റെ തിരുരക്തം നിറഞ്ഞിരിക്കുന്നു. അത് ഇന്നും ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ദേവാലയം എന്ന് പിന്നീട് ആ ദേവാലയത്തിന് പേരിടുകയുണ്ടായി. അന്നു മുതൽ ഇന്നുവരെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ വിശ്വാസികൾ അഭിനയിച്ചു കാണിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. അത്ഭുതം നടന്ന ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് ആഘോഷപൂർവമായി ഒരു പ്രദക്ഷിണത്തിനിടയിലാണ് ഇത് ചെയ്യുന്നത്. 1684 അത്ഭുതം നടന്ന ഭവനവും ഒരു ചെറിയ ദേവാലയമാക്കി മാറ്റുകയുണ്ടായി. എഴുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷവും യേശുവിന്റെ തിരുരക്തം സാന്താറമ്മിൽ ഇന്നും ഒരു മാറ്റവും സംഭവിക്കാതെ ദ്രവരൂപത്തിലാണ് ഇരിക്കുന്നത്. ഒരു വൈദികനോടൊപ്പം അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഇന്നും ഈശോയുടെ തിരുരക്തം പുറത്തെടുത്ത് അവിടുത്തെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യാവുന്നതാണ്. യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടത്ര ബഹുമാനവും ആരാധനയും നൽകാതെ അവിടുത്തെ സാന്നിധ്യം ഒരു മഹാദാനമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പരിശുദ്ധ കുർബാനയെ നാം സമീപിക്കരുത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം ഓസ്തിയുടെ രൂപത്തിൽ നമ്മോടൊപ്പമായിരിക്കാനുള്ള കാരുണ്യവും എളിമയും കാണിക്കുമ്പോൾ നാം അഹങ്കാരികളായി മാറി അവിടുത്തെ വേദനിപ്പിക്കരുത്. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നാം തയ്യാറാകണം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും എന്ന അവിടുത്തെ വാഗ്ദാനം നാം വിശ്വസ്തരല്ലാത്തപ്പോൾ പോലും അവിടുന്ന് പാലിക്കുന്നുണ്ട്. മനുഷ്യരുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുമ്പോൾ അവിടുന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതുപോലെ നഗ്നനേത്രങ്ങൾക്ക് കാണാനാവും വിധം വീണ്ടും വീണ്ടും രക്തം ചിന്തുവാൻ നിർബന്ധിതനാവുകയാണ്. സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി സത്യദൈവത്തിൽ നിന്ന് മാറി മറ്റ് ശക്തികളെ ആശ്രയിക്കുന്നവരോട് അവിടുന്ന് ഇന്നും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നും മതിയായവനാണ്. ഈ അത്ഭുതത്തിൽ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനും പകരം ഒരു യുവതി ദൈവമല്ലാത്ത എന്തോ ഒന്നിനു പിറകെ തന്റെ ആവശ്യങ്ങളുമായി നടന്നു. എന്നിട്ടും വലിയൊരു അത്ഭുതത്തിലൂടെ നമ്മുടെ നാഥൻ അവളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നുചെന്നു. അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഭർത്താവിന്റെ മാനസാന്തരം സാധ്യമാക്കുകയും ചെയ്തു. നമ്മുടെ ദൈവത്തിന് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം അവിടുന്ന് സ്നേഹമാണ്. നാം വിശ്വസ്തരല്ലെങ്കിലും അവിടുന്ന് നമ്മോട് വിശ്വസ്തനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം ഉത്തരം നൽകാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ തിരിച്ചുവരവും കാത്ത് എപ്പോഴും നമുക്ക് നേരെ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു നല്ല ദൈവമാണ് അവിടുന്ന്. പാപം ചെയ്യുമ്പോൾ നാം ദൈവവുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്തുന്നെങ്കിലും അവിടുന്ന് നമ്മോട് കൂടുതൽ അടുക്കുവാനായി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പാപം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന അതേ സ്നേഹത്തോടെ അവിടുന്ന് നമ്മെ തന്റെ അടുക്കലേക്ക് മാടി വിളിക്കും. നമുക്കു വേണ്ടി വീണ്ടും ചെറുതാകാനും മുറിയപ്പെടാനും അവിടുന്ന് തയ്യാറാകുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദുർബലരായ ഞങ്ങൾക്ക് മുന്നിൽ അടയാളങ്ങളിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം തിരിച്ചറിയുവാനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും അതുവഴി ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. തിരുവോസ്തിയായി അൾത്താരയിലായി